ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചക്കപ്പുഴുങ്ങിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ല കേട്ടോ. അപ്പം വീഡിയോയിലേക്ക് കിടക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചക്ക പുഴുങ്ങിയുടെ റെസിപ്പിയാണ് ഇത്. നമ്മൾ വറ്റൽമുളക് ഇട്ട് താളിച്ചിട്ടുള്ള ഒരു ചക്ക പുഴുങ്ങിയതാണ്. അപ്പം നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നത് താളിച്ചുണ്ടാക്കുന്ന മുളക് പൊടിയൊക്കെ ഇട്ടാലെല്ലാവരും ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കിയാൽ നല്ല ടേസ്റ്റ്, അതുപോലെ നല്ല എരിവും ഉണ്ട്. എരിവൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. ആദ്യം തന്നെ നമ്മൾ സാധാരണ നോർമൽ ഞാനിവിടെ കുക്കറിനകത്ത് വെച്ചാണ് വേവിക്കുന്നത്. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് ഒരു കുറച്ച് മഞ്ഞൾ പൊടിയും കൂടെ ഇട്ടിട്ട് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഒറ്റ വിസിലിൽ തന്നെ നമുക്കിത് ചക്ക വെന്ത് കിട്ടുന്നതാണ്. ഇനി നമുക്കിത് താളിച്ചെടുക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു 10 വറ്റൽമുളക് ഒരു പകുതി സവാള ഇട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിനി ഒന്ന് താളിച്ചെടുക്കാനായിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് അതിലേക്ക് കടുക്, ഒരു ടീസ്പൂൺ കടുകും കൂടി ഇട്ട് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്കും വറ്റൽമുളകും സവോളയും കൂടെ ചതച്ചതും കൂടെ ഇട്ടിട്ട് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് അങ്ങ് മൂപ്പിച്ചെടുക്കുക. വറ്റൽമുളകിൻ്റെ കളറ് മാറി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് 1/2 ടീസ്പൂണോളം മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ചും കൂടെ നേരം ഇട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇത് നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ചക്കയിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 ഗ്ലാസോളം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നന്നായിട്ട് അങ്ങ് മിക്സാക്കി എടുക്കുക. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ചക്ക പുഴുങ്ങിയുടെ റെസിപ്പി ആട്ടോ. അപ്പോൾ ഇനി ചക്കയൊക്കെ കിട്ടുമ്പോഴത്തേക്കും ഒരു വട്ടമെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ അസ്സലാമു അലൈക്കും.